ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പുതിയൊരു ടോപ്പിക്കാണ് പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് പൊളിറ്റിക്കോ ഇക്കോണമിക് മോഡൽസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക്. നോക്കൂ, ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻസ് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളും അതിൻ്റെ കൂടെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇക്കണോമിസ്റ്റുകളും ഇതിനെ റിജക്റ്റ് ചെയ്യുന്ന ഇക്കണോമിസ്റ്റുകളും അതിന് അവർ പറയുന്ന റീസൺസും ഒക്കെ തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിലൂടെയുള്ള ഡിസ്കഷനായിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ നേരെ ടോപ്പിക്കിലോട്ട് വരികയാണ്. നോക്കൂ, ഇവിടെ പറയുന്നത് യു കെയിൽ അവരുടെ രാജ്യത്ത് ഒരു ന്യൂ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് പ്രഖ്യാപിക്കുന്നു 1997. ഈ പോളിസി പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ടാണ് ആ രാജ്യത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ഒരു ഓപ്പറേഷണൽ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നത്. ആ ഓപ്പറേഷണൽ ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വി വിൽ ഓൺലി ബിൽഡ് എ ഫുള്ളി ക്രെഡിബിൾ ഫ്രെയിംവർക്ക് ഫോർ മോണിറ്ററി പോളിസി ഇഫ് ദ ലോങ് ടേം നീഡ്സ് ഓഫ് ദി ഇക്കോണമി നോട്ട് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഗൈഡ് മോണിറ്ററി ഡിസിഷൻ മേക്കിംഗ്. നോക്കൂ, ഇനി ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് ടേം നീഡ്സ് ആണ്. ഞങ്ങൾ മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ ലോങ് ടേം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ രാജ്യത്തെ പൊളിറ്റിക്കലി ആവശ്യങ്ങൾക്കനുസരിച്ച് ഷോർട്ട് ടേം ആയിട്ടുള്ള നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഇനി മുതൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് മോണിറ്ററി പോളിസികൾ പ്രഖ്യാപിക്കുന്നത്. വി മസ്റ്റ് റിമൂവ് ദ സസ്പിഷൻ ദാറ്റ് ഷോർട്ട് ടേം പാർട്ടി പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ആർ ഇൻഫ്ലുവൻസിങ് ദ സെറ്റിംഗ് ഓഫ് ഇൻട്രസ്റ്റ് റൈറ്റ്. നോക്കൂ, രാജ്യത്ത് ഇൻട്രസ്റ്റ് റൈറ്റിനെ ഫിക്സ് ചെയ്യുന്നതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ പൂർണ്ണമായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, എടുത്ത് ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് മുന്നോട്ട് വെച്ചിരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്ന ഗോർഡൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റാണ്. നോക്കൂ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്ന ബ്രൗൺസിൻ്റെ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് കൂടുതൽ ഇൻഡിപെൻഡൻസ് കൊടുക്കണമെന്ന് പറയുന്ന ഈ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പെട്ടെന്ന് ഇദ്ദേഹം നടപ്പിലാക്കിയതൊന്നുമല്ല. പകരം ഇദ്ദേഹം 1992 ഇദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് അഡ്വൈസറായിരുന്ന ED ബാൾസ് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, യൂറോ മോണിറ്ററിസം. ഈ യൂറോ മോണിറ്ററിസമായി ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ഗ്രേറ്റർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്കായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. പോരാത്തത് 1997 അമേരിക്കയുമായിട്ട് ഇദ്ദേഹം അമേരിക്കയിലെ അവരുമായി ബന്ധപ്പെട്ട ഇക്കണോമിസ്റ്റുകളും പൊളിറ്റീഷ്യൻസിനുമായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയുടെ ഭാഗമായി ഇവരൊരു ആശയം, ഒരു സ്ട്രാറ്റജി ഇവർ ഉടലെടുക്കുന്നു. ആ സ്ട്രാറ്റജി ഇതാണ്: ദ സ്ട്രാറ്റജി ടു ഗോ ഫോർ ഇമ്മീഡിയറ്റ് ഗ്രേറ്റർ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഇഫ് ഇലക്റ്റഡ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിയെ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് സെൻട്രൽ ബാങ്കിന് വലിയ രീതിയിലുള്ള ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ഒരു ആശയത്തിലോട്ട് ഇവരുടെ ചർച്ച കടന്നു വരുന്നു. സിൻസ് ദ നോൺ ഒപ്റ്റിമൽ യൂസ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈ അറ്റ് ദ ഹേർട്ട് ഓഫ് വേരിയസ് സ്റ്റാൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ ലിറ്ററേച്ചർ. നോക്കൂ, ഇവിടെ ശരിക്കും ഒരു രാജ്യത്ത് പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു രാജ്യത്ത് നോൺ ഒപ്റ്റിമലായിട്ട് മോണിറ്ററിയും ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സും ഉപയോഗിക്കുന്നതാണ്. So here the most of this work point towards the desirability of establishing a policy regime which curtails the incentives policy makers have to engage in destabilizing policies. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത്, ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ഒരു രാജ്യത്ത് ഒരു പോളിസി നടപ്പിലാക്കുന്നുണ്ട് എങ്കിൽ ആ പോളിസിയെ പോയും ആ രാജ്യത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നോക്കൂ, അടുത്ത പാരഗ്രാഫിൽ വരുന്ന പോയിന്റിലോട്ട് വരാം. ദ ന്യൂ ക്ലാസിക്കൽ കൺട്രിബ്യൂഷൻസ് ഓഫ് കിറ്റ്ലാൻഡ് and Prescott and Barrow and Gordon in 1983, which highlighted time inconsistency, credibility and reputational issues, have provided extra weight to case of monetary rules associated with the work of Friedman. നോക്കൂ, ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളായിരുന്ന കിറ്റ്ലാൻഡ്, പ്രിസ്കോട്ട്, ബാരോ, ഗോർഡൻ ഇവരൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. ഒരു മോണിറ്ററി പോളിസിയിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. അവർ പറയുന്നത് ഒരു പക്ഷേ അവിടെ ടൈം ഇൻകൺസിസ്റ്റൻസി ഉണ്ടായേക്കാം, ക്രെഡിബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, റെപ്യൂട്ടേഷണൽ ഇഷ്യൂ ഉണ്ടായേക്കാം. അപ്പോൾ ഇവർ പറയുന്നത് ഒരു രാജ്യത്തുള്ള സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ദ പൊളിറ്റിക്കോ ഇക്കോണമിക് ലിറ്ററേച്ചർ ഹാസ് ആൾസോ ഷോൺ ഹൗ സ്ട്രോങ് പാർട്ടീഷൻ ഓർ ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയർ ക്യാൻ ജനറേറ്റ് എ നോൺ ഒപ്റ്റിമൽ ഔട്ട്കം ഫോർ അഗ്രിഗേറ്റ് വേരിയബിൾസ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ, പാർട്ടീഷൻ മോഡൽ, ഈ ബിസിനസ് സൈക്കിൾ തിയറികളിലൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യത്ത് ഒരു മോണിറ്ററി പോളിസിയിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരുന്ന സമയത്ത് ആ രാജ്യത്ത് നോൺ ഒപ്റ്റിമൽ ഔട്ട്കം ഡെവലപ്പ് ചെയ്യപ്പെടും. ഹൗവർ, ഇൻ ഓർഡർ ടു മേക്ക് പോളിസി റൂൾസ് ക്രെഡിബിൾ സം സോർട്ട് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം ഈസ് റിക്വയർഡ്. നോക്കൂ, ഒരു രാജ്യത്ത് മോണിറ്ററി പോളിസി ക്രെഡിബിൾ ആവണമെങ്കിൽ ആ രാജ്യത്ത് ചെറിയ രീതിയിലുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൻട്രൽ ബാങ്കിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിരിക്കണം. ഫോർ ദിസ് റീസൺ മെനി ഇക്കണോമിസ്റ്റ്സ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഹാവ് ആർഗ്യൂഡ് ഇൻ ഫേവർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻവോൾവിംഗ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ഇക്കണോമിസ്റ്റുകളിൽ പലരും ഇപ്പോൾ
ഈ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. The assumption lying behind the argument is that such an institution is capable of conducting monetary policy in a manner free from opportunistic and partisan influences. അപ്പോൾ നമുക്ക് ഒരു രാജ്യത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഓപ്പർച്യൂണിസ്റ്റിക്, പാർട്ടീഷ്യൻ ഇൻഫ്ലുവൻസ്, ഈ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളുമില്ലാതെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ മോണിറ്ററി പോളിസി ആ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പോയിന്റിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇനി നോക്കൂ, യൂറോപ്യൻ മോണിറ്ററി യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി പറയുന്നത്. ഗ്രേറ്റർ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് വാസ് ഓൾസോ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് കണ്ടെയ്ൻഡ് ഇൻ ദി Maastricht Treaty, which sought to bring about some fundamental changes in national banking legislation in anticipation of European Monetary Union. നോക്കൂ, യൂറോപ്യൻ മോണിറ്ററി യൂണിയനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ മാസ്ട്രിക്ട് ട്രീറ്റി എന്ന് പറയുന്ന ഇവരുടെ ഒരു സമ്മേളനത്തിൽ ഇവർ പറഞ്ഞിരുന്നു അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓട്ടോണമി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ലെജിസ്ലേഷൻസ്, ബാങ്കിങ് ലെജിസ്ലേഷൻസ്, നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റിയിലൂടെ ഇവർ തീരുമാനിച്ചിരുന്നത്. അതും നടക്കുന്നത് 1995 കാലഘട്ടത്തിലാണ്. സോ ദ കേസ് ഓഫ് സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഈസ് യൂഷ്വലി ഫ്രെയിംഡ് ഇൻ ടേംസ് ഓഫ് ഇൻഫ്ലേഷൻ ബയാസ് പ്രസൻറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് മോണിറ്ററി പോളിസി. നോക്കൂ, ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻസിനെ യൂഷ്വലി ഫ്രെയിം ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് ഇൻഫ്ലേഷനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് രാജ്യത്ത് ഇൻഫ്ലേഷനിൽ മാറ്റം വരുത്തുന്നത്. ഇതാണ് ഇവരുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. In particular, we need to identify the reason why monetary policy is conducted in a way that creates a positive average rate of inflation which is higher than desirable. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഇതാണ്: we need to identify the reason why monetary policy is conducted in a way that creates a positive average rate of inflation which is higher than desirable. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ മോണിറ്ററി പോളിസിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ആ ഇൻഫ്ലേഷൻ തന്നെ ആ രാജ്യത്തിന് ഡിസൈറബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നോക്കൂ, ദർ ആർ വേരിയസ് റീസൺ ഫോർ this process or this situation. So here they pointed out that this includes political pressure to lower unemployment in order to influence re-election prospect. ഒരു പക്ഷേ ആ രാജ്യത്ത് മോണിറ്ററി പോളിസിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുന്നത് ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. രാജ്യത്ത് പുതിയൊരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, റീ ഇലക്ഷൻ്റെ സമയത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കാം. നേരത്തെ പാർട്ടീഷൻ മോഡലിൽ പറഞ്ഞ പോലെ, ഹിബ്സിൻ്റെയും അലൻസിനെയുടെയൊക്കെ തിയറികളിൽ പറഞ്ഞ പോലെ ആ രാജ്യത്ത് റീ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ ആ രാജ്യത്ത് ഹയർ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കൊണ്ടുവരും, അതോടൊപ്പം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറക്കുകയും ചെയ്യും. Then here the theoretical case for the central bank independence in industrial democracies related to a general acceptance that the long run Phillips curve is vertical at the natural rate of unemployment. അപ്പോൾ നമുക്ക് ഒരു തിയററ്റിക്കൽ കേസ് വരികയാണെങ്കിൽ ഈ സെൻട്രൽ ബാങ്ക് ഓട്ടോണമി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസിനുള്ള ഒരു തിയററ്റിക്കൽ സപ്പോർട്ട് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഫിലിപ്സ് കർവ് ഉണ്ട്, ലോങ് റൺ ഫിലിപ്സ് കർവ്. ഈ ലോങ് റൺ ഫിലിപ്സ് കർവ് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് സാധാരണ കാണപ്പെടാറുള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് നിലനിൽക്കുന്ന രൂപത്തിലായിരിക്കും ആ രാജ്യത്ത് ഫിലിപ്സ് കർവ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ദിസ് ഇംപ്ലൈസ് ദാറ്റ് although monetary policy is non-neutral in the short run, it has little effect on real variables such as unemployment and output in the long run, with no exploitable long-run trade-off. Far-sighted monetary authorities ought to select a position on the vertical Phillips curve consistent with a sustainable objective of price stability. അപ്പോൾ നോക്കൂ, ഇവരുടെ പോയിന്റിൽ പറയുന്നതാണ് ഒരു തിയററ്റിക്കലി ഒരു സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസിന് ഇവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് റൺ ഫിലിപ്സ് കർവ് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഈ വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇനി ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആണ് ആ ഇക്കോണമിയിലുള്ളത്. ഇനി ഇതിൽ മോണിറ്ററി പോളിസി കൊണ്ടുവന്ന് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാലും ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിന് ഇൻഎഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്നില്ല. ഔട്ട്പുട്ടിലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നൽകുന്നത്. Then here, the empirical case for the central bank independence is linked to cross-country evidence, which shows that for advanced industrial countries, there is a clear negative relationship between central bank independence and inflation. നോക്കൂ, ഇനി എംഫിരിക്കൽ സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതുവരെ തിയററ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, ഇനി എംഫിരിക്കൽ സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളുമായി പഠനം നടത്തിയിട്ട് കണ്ടെത്തുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ രാജ്യത്ത്
ഇൻഡിപെൻഡൻസ് ഓഫ് സെൻട്രൽ ബാങ്കും അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസും ഇൻഫ്ലേഷനും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അതായത് സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് കൂടുതലുള്ള രാജ്യത്ത് ഇൻഫ്ലേഷൻ റേറ്റ് കുറവായിരിക്കും, സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് കുറവുള്ള രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടുതലുമായിരിക്കും എന്നുള്ള രൂപത്തിലാണ് ഈ പഠനങ്ങളിൽ ഇവർ കണ്ടെത്തുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ഹവർ ദാറ്റ് this negative correlation does not prove causation and fails to hold for a larger sample of countries, which include those from the developing world. നോക്കൂ, ഇത് ഒരുപാട് രാജ്യങ്ങളിലൊന്നും ഇവർ പഠനം നടത്തിയിട്ട് കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഒരു പക്ഷേ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്കിടയിലും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. സോ ഹിയർ ദ പുവർ കൺട്രീസ് വിത്ത് ഷാലോ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് അൺസസ്റ്റൈനബിൾ ബജറ്റ് ഡെഫിസിറ്റ് ആർ അൺലൈക്ലി ടു സോൾവ് their inflation problem while relying on creation of an independent central bank. ഒരു ദരിദ്ര രാജ്യത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്നുകൊണ്ട് ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആ രാജ്യത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ് വളരെ ദരിദ്ര രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ബജറ്റ് ഡെഫിസിറ്റ് ആ രാജ്യത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കാറില്ല. However, at least as far as advanced industrial democracies are concerned, the theoretical and empirical work suggests that monetary constitution should be designed to ensure a high degree of central bank autonomy. അപ്പോൾ നോക്കൂ, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ രാജ്യത്ത്, ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രാറ്റിക് രാജ്യത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിയറിറ്റിക്കലായിട്ടായാലും എംഫിരിക്കലി ആയിട്ട് ആയാലും അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്നത് ആ രാജ്യത്ത് എന്ത് കൊടുക്കാൻ പറ്റും, സെൻട്രൽ ബാങ്കിന് വലിയ രീതിയിലുള്ള ഓട്ടോണമി കൊടുക്കാൻ പറ്റും. അതായത് സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെമോക്രാറ്റിക് രാജ്യത്താണ്, അല്ലാതെ പുവറായിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് രാജ്യത്തല്ല എന്നുള്ളതാണ് പറയുന്നത്. പോരാത്തത് എംഫിരിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാലും, എംഫിരിക്കൽ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, തിയററ്റിക്കലി ആയാലും ഈ എല്ലാം കൊണ്ടും തന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് മാത്രമേ ഈ പറഞ്ഞ ഹൈ ഡിഗ്രി ഓഫ് സെൻട്രൽ ബാങ്ക് ഓട്ടോണമി കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവർ കണ്ടെത്തുന്നത്. നോക്കൂ, although the success of the independent German Bundesbank in delivering low inflation over a long period of time inspired other countries to follow its example, it is also clear that some important problems emerge with the measurement, form and consequences of central bank independence. അപ്പോൾ നോക്കൂ, ജർമ്മൻ സെൻട്രൽ ബാങ്ക് ആ രാജ്യത്ത് കുറേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറേ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് ജർമ്മൻ സെൻട്രൽ ബാങ്ക്. ഈ സെൻട്രൽ ബാങ്ക് ആ രാജ്യത്ത് ഇൻഫ്ലേഷനെ കുറഞ്ഞ രൂപത്തിൽ കൊണ്ടു നടന്നിരുന്നു. അതായത് കുറഞ്ഞ കാലഘട്ടം ഇൻഫ്ലേഷൻ കുറഞ്ഞ രൂപത്തിൽ മോണിറ്ററി പോളിസി പ്രഖ്യാപിച്ച് ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ കുറച്ച് കൊണ്ട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇതൊരു മോഡലാക്കിക്കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള പോളിസികൾ നടപ്പിലാക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അവിടെ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്? ആ പ്രശ്നം ഇതാണ്: ക്വസ്റ്റ്യൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് വൺ ഓഫ് ദി ഡിഗ്രി. എത്രത്തോളം ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യചിഹ്നം. So here, although before May 1997, the Federal Reserve had much more independence than the Bank of England. 1997 മുമ്പ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ ഇൻഡിപെൻഡൻസ് ഫെഡറൽ റിസർവിനുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ലീഗൽ ഇൻഡിപെൻഡൻസ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മോണിറ്ററി പൊളിറ്റിക്സ്. അപ്പോൾ നോക്കൂ, ലീഗലി ഒരു ഒരു സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിലും പക്ഷേ ഒരു മോണിറ്ററി പൊളിറ്റിക്സ് എപ്പോഴും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അതായത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ലീഗലി ഒരു പക്ഷേ നിയമപ്രകാരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, പക്ഷേ ആ രാജ്യത്ത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. സോ ദ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് presidential signaling, the Federal Reserve monetary policy making can never be totally independent of political pressure. അപ്പോൾ നോക്കൂ, ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ചാൻസലറെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറെ പൊളിറ്റിക്കലി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സെൻട്രൽ ബാങ്കിന് ഒരിക്കലും ഇൻഡിപെൻഡൻസ് പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ളത് പറയുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല. സോ ഹിയർ, അക്കോർഡിംഗ് ടു Kuckerman, 4 sets of indices can be used to identify the degree of independence of a central bank. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്യുക്കർമാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് 4 ഇൻഡിസസ് അല്ലെങ്കിൽ 4 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ലീഗൽ ഇൻഡിസസ്; മറ്റൊന്ന്, ക്വസ്റ്റ്യനെയർ ബേസ്ഡ് ഇൻഡിസസ്; ദെൻ തേർഡ് വൺ, ദ ടേൺ ഓവർ ഓഫ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ്; ആൻഡ് ഫോർത്ത് വൺ, ദ പൊളിറ്റിക്കൽ വൾനറബിലിറ്റി ഓഫ് ദി ബാങ്ക്. അപ്പോൾ നോക്കൂ, ഈ 4 ഇൻഡിസസ് നോക്കിയിട്ടാണ് ഒരു രാജ്യത്ത് സെൻട്രൽ ബാങ്കിന് എത്രത്തോളം ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. Then here, in discussing the form of central bank independence, Fisher introduces the distinction between goal independence and instrument independence. അപ്പോൾ നോക്കൂ, സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഫിഷർ എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റ് എന്ത് ചെയ്യുന്നു, രണ്ട് തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന് ഗോൾ ഇൻഡിപെൻഡൻസ്, മറ്റൊന്ന് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ്. എന്താണ് ഈ ഗോൾ ഇൻഡിപെൻഡൻസ്? ദ ഫോമർ, ദാറ്റ് മീൻസ് ദ ഗോൾ ഇൻഡിപെൻഡൻസ്, ഇംപ്ലൈസ് ദാറ്റ് ദ സെൻട്രൽ ബാങ്ക് സെറ്റ്സ് ഇറ്റ്സ് ഓൺ പോളിസി ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്കിന് സ്വന്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെക്കുന്നുണ്ട് എങ്കിൽ അതാണ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്, വൈൽ അല്ലെങ്കിൽ ഗോൾ ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത്. ദെൻ the case of the second one, why the later refers to the independence with respect to the various layers of monetary policy. അപ്പോൾ നമുക്ക് എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് സ്വതന്ത്രമായിട്ട് പരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇൻഡിപെൻഡൻസ്. So here, the using this framework, the Bank of England was granted instrument, that means economic independence, but not goal ഇൻഡിപെൻഡൻസ്. അപ്പോൾ നോക്കൂ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1997 അവർക്ക് സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ത് ഇൻഡിപെൻഡൻസ് ആണ് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ആണ്, അല്ലാതെ ഏത് ഇൻഡിപെൻഡൻസ് അല്ല, ഗോൾ ഇൻഡിപെൻഡൻസ് അല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് അല്ല. അവിടെ ചെറിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണ് ഈ പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നടപ്പിലാക്കുന്നത്. സോ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഇലുസ്ട്രേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു മെയിൻ മോഡൽസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് വിച്ച് ഹാവ് ബീൻ ഡെവലപ്ഡ് ഇൻ ദി തിയററ്റിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ നോക്കൂ, ഈ പറഞ്ഞ ഗോൾ ഇൻഡിപെൻഡൻസും ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസും വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് ഉണ്ട് എന്നുള്ള തിയറികൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ആ തിയറികൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ദ ഫസ്റ്റ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ റോഗ് ഓഫ് കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്ക്. അത് നോക്കൂ, ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്കർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ എന്താണ് ഈ മോഡലിൽ പറയുന്നത്? ഇൻ ദിസ് മോഡൽ ആൻ ഇൻഫ്ലേഷൻ അവേഴ്സ് കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്കർ ഈസ് അപ്പോയിൻറ്റഡ് who ensures that inflation is kept low in circumstances where it would otherwise be difficult to establish a pre-commitment to low inflation. Rogue of inflation averse central banker has both goal and instrument independence. The result is lower average inflation but higher output variability. അപ്പോൾ നോക്കൂ, ഈ കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്കിൻ്റെ പ്രത്യേകത, അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. പോരാത്തത് ഈ കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്ക് മോഡലിൽ ആ ഒരു ബാങ്കിന് രണ്ട് തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഗോൾ ഇൻഡിപെൻഡൻസും ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസും ഉണ്ട്. അതുണ്ടായത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഇൻഫ്ലേഷനെ വളരെ കുറഞ്ഞ രീതിയിലോട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹയർ ഔട്ട്പുട്ട് വേരിയബിലിറ്റി ഉണ്ടാകുന്നു. അതായത് രാജ്യത്ത് ഔട്ട്പുട്ടിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മോഡലിൽ പറയുന്നത് കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്ക് ആണ്. അതിൻ്റെ പ്രത്യേകത രണ്ട് തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടായതുകൊണ്ട് അവിടെ ഔട്ട്പുട്ടിൽ വലിയ രീതിയിലുള്ള വേരിയബിലിറ്റി കാണുന്നു. കുറഞ്ഞ ഇൻഫ്ലേഷൻ, ആവറേജ് ഇൻഫ്ലേഷൻ മാത്രമേ ആ രാജ്യത്ത് നിലനിൽക്കുന്നുള്ളൂ. ഇനി നോക്കൂ, രണ്ടാമത്തെ മോഡലിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റ് ഫ്രെയിംവർക്ക് മോഡലാണ്. ഈ മോഡലിൻ്റെ പ്രത്യേകത എംഫസിസ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടബിലിറ്റി, അതായത് സെൻട്രൽ ബാങ്ക് ചില ആളുകളോട് ഉത്തരം പറയേണ്ടതുണ്ട്. ആ രാജ്യത്ത് മോണിറ്ററി പോളിസി പ്രഖ്യാപിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ മറ്റു ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഇവർക്ക് എന്തില്ല, പൂർണ്ണമായ ഇൻഡിപെൻഡൻസ് ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, രണ്ട് തരത്തിലുള്ള ഇൻഡിപെൻഡൻസും ഇവർക്ക് കൊടുക്കുന്നില്ല. ഇവിടെ പറയുന്നത് ദ ബാങ്ക് ഹാസ് ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് ബട്ട് നോ ഗോൾ ഇൻഡിപെൻഡൻസ്. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് മാത്രമേ ഈ പറഞ്ഞ സെൻട്രൽ ബാങ്കിനുള്ളൂ, പകരം ഗോൾ ഇൻഡിപെൻഡൻസ് ഇല്ല. അതായത് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഇല്ല. ഇവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. ആൻഡ് ദ സെൻട്രൽ ബാങ്ക് റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ് ആർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് അച്ചീവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്ലേഷൻ കൺട്രോൾ. ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപക്ഷെ റിവാർഡ് കിട്ടിയേക്കാം, ഒരുപക്ഷെ പെനാൽറ്റിയും കിട്ടിയേക്കാം. കാരണം ഇവർക്ക് എന്തില്ല, ഗോൾ ഇൻഡിപെൻഡൻസ് ഇല്ല. സോ ഹിയർ ഇൻ ഫിഷർ view that important conclusion to emerge from this literature is that a central bank should have instrument independence but should not have goal independence. അപ്പോൾ ഫിഷറിൻ്റെ 1995 ഇദ്ദേഹത്തിൻ്റെ വ്യൂ ഇതാണ്, ഒരു സെൻട്രൽ ബാങ്കിന് ഇൻസ്ട്രുമെൻ്റൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, പക്ഷേ എന്തുണ്ടാവാൻ പാടില്ല, ഗോൾ ഇൻഡിപെൻഡൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി നോക്കൂ, ഈ രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് വരാം. ഇൻ ദ ന്യൂസിലാൻഡ് മോഡൽ ദ സെൻട്രൽ ബാങ്ക് ഗവർണർ ഈസ് അക്കൗണ്ടബിൾ ടു ദ ഫിനാൻസ് മിനിസ്റ്റർ. ദിസ് കോൺട്രാസ്റ്റ് വിത്ത് ദി ജർമൻ Bundesbank, which was held accountable to the public. In both Canada and UK, emphasis has been placed on inflation targeting. Failure to meet the inflation target involved a loss of reputation of central bank. അപ്പോൾ നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ
പ്രിൻസിപ്പൽ ഏജൻറ്റ് ഫ്രെയിംവർക്ക് മോഡൽ. ആ മോഡൽ പ്രകാരമുള്ള ഒരു എക്സാമ്പിളാണ് ന്യൂസിലാൻഡിലെ സെൻട്രൽ ബാങ്ക്. ആ സെൻട്രൽ ബാങ്ക് ഗവർണർ എപ്പോഴും ആ രാജ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററുമായി അക്കൗണ്ടബിൾ ആണ്. അതായത് ഫിനാൻസ് മിനിസ്റ്റർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന ലക്ഷ്യമാണ് സെൻട്രൽ ബാങ്ക് ആ ഒരു ഗവർണർ വെക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ ജർമ്മൻ ബാങ്ക്, ജർമ്മൻ സെൻട്രൽ ബാങ്ക്, ആ സെൻട്രൽ ബാങ്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് പബ്ലിക്കുമായിട്ടാണ്. അതായത് ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഈ പറഞ്ഞ സെൻട്രൽ ബാങ്ക് പറയേണ്ടി വരും. എന്നാൽ കാനഡ, UK ബോത്ത് ഹാസ് പ്ലേസ്ഡ് ഓൺ ഇൻഫ്ലേഷൻ ടാർജറ്റിംഗ്. എന്നാൽ കാനഡയിലും UK ഇൻഫ്ലേഷൻ ടാർജറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇൻഫ്ലേഷൻ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ സെൻട്രൽ ബാങ്കിൻ്റെ റെപ്യൂട്ടേഷനും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദി മെയിൻ തിയററ്റിക്കൽ ഒബ്ജക്ഷൻ ടു ദ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഈസ് ദി പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്ട് ദാറ്റ് ദിസ് ഗിവ്സ് റൈസ് ടു ബിറ്റ്വീൻ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ അതോറിറ്റീസ്. നോക്കൂ, ഇവിടെ തിയററ്റിക്കലി ഈ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസിന് പറയുന്ന ഒരു ഒബ്ജക്ഷൻ അല്ലെങ്കിൽ എതിര് പറയുന്ന അല്ലെങ്കിൽ ഇതിനൊരു റിജക്റ്റ് ചെയ്യുന്നത് വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ആ രാജ്യത്ത് മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസിക്കൽ പോളിസി ഉണ്ട്. ഇവർക്ക് രണ്ടിടയിലും എന്ത് ചെയ്യും? കോൺഫ്ലിക്റ്റ് വരും. ഒരു പക്ഷേ ആ രാജ്യത്ത് സെൻട്രൽ ബാങ്ക്, മോണിറ്ററി അതോറിറ്റി ഇൻഡിപെൻഡൻസ് ഉണ്ടാകും. അവർക്ക് തോന്നിയ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ രാജ്യത്ത് പോളിസി നടപ്പിലാക്കുന്നു. ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പോളിസിക്ക് വിപരീതമായിട്ടായിരിക്കാം ആ രാജ്യത്ത് പോളിസികൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരും. ആ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ നടപ്പിലാകുന്നത് ആ രാജ്യത്ത് സെൻട്രൽ ബാങ്കിന് ഓട്ടോണമി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുമ്പോഴാണ്. സോ ദ ടൈറ്റ് മോണിറ്ററി easy fiscal mix is hardly surprising given the predominant motivations to driving the Fed and the Treasury in the USA. അപ്പോൾ നോക്കൂ, ഒരു രാജ്യത്ത് ടൈറ്റ് മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചു. എന്നാൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് ഒരു ഈസി ഫിസിക്കൽ മിക്സ് ആണ് നോക്കുക എങ്കിൽ ആ രാജ്യത്ത് വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സർപ്രൈസിങ് ആയിരിക്കും. എന്ത് റിസൾട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. So in this scenario, the economy is likely to be locked into a high deficit equilibrium. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ രാജ്യം എന്ത് ചെയ്യുന്നു? ഒരു ഹൈ ഡെഫിസിറ്റ് ഇക്വിലിബ്രിയത്തിലോട്ട് കടന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹിയർ ദ സെൽഫ് ഇൻട്രസ്റ്റഡ് പൊളിറ്റീഷ്യൻസ് ആർ അൺലൈക്ലി ടു എൻഗേജ് ഇൻ ഡെഫിസിറ്റ് റിഡക്ഷൻ for fear of losing electoral support, and these coordination problem which a non-cooperative fiscal and monetary game generate arise inevitability from a context where the fiscal and monetary authorities have different tasks with respect to inflation. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു ഹൈ ഡെഫിസിറ്റ് ഇക്വിലിബ്രിയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ നിലവിലുള്ള ഗവൺമെൻറ്റിന് ഒരു പക്ഷേ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കണം എന്നില്ല. അവർക്ക് ഒരു പക്ഷേ ഇലക്ട്രൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ കോർഡിനേഷൻ പ്രശ്നം, മോണിറ്ററി ഫിസിക്കൽ പോളിസി കോർഡിനേഷൻ പ്രശ്നം എന്ത് ചെയ്യുന്നു? ആ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെ റിജക്റ്റ് ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് റിജക്റ്റ് ചെയ്യുന്ന ആളുകളുടെ വാദമാണിത്. തിയററ്റിക്കലി ഉള്ള വാദമാണ്. ഇനി ലിറ്ററേച്ചർ പ്രകാരം പറയുന്നത് എന്താണെന്നുള്ളത് നോക്കൂ. Look, the academic literature has pointed out the various reasons why industrial democracies have developed an inflation bias in which government are allowed discretion in the operation of fiscal and monetary policies. In contrast to Fragoff and Alensina and Summers point the empirical evidence which for advanced industrial countries shows that inflation is negatively correlated with the degree of central bank independence, without this having significant adverse effect on real growth and employment in the long run. Central bank independence seems to offer a free lunch. However, this issue is made more complicated by cause of output variability. അപ്പോൾ നോക്കൂ, ഇവിടെ പറയുന്നത് അക്കാദമിക് ലിറ്ററേച്ചർ പ്രകാരം ഈ പറഞ്ഞ റോഗോഫിൻ്റെയും അലൻസിന, സമ്മേഴ്സ് ഇവരുടെയൊക്കെ പഠനപ്രകാരം ഇവർ കണ്ടെത്തുന്നത് സെൻട്രൽ ബാങ്ക് ഓട്ടോണമിയും ആ രാജ്യത്തെ ഇൻഫ്ലേഷനും തമ്മിൽ നെഗറ്റീവിൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്കുള്ള രാജ്യത്തൊക്കെ തന്നെ ഇൻഫ്ലേഷൻ വളരെ കുറഞ്ഞ രീതിയിലാണ് നിലനിൽക്കുന്നത്. പോരാത്തത് ആ രാജ്യത്ത് ഗ്രോത്ത് റേറ്റ് കുറവാണ്, എംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്, ഔട്ട്പുട്ട് വേരിയബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറവ്, ഗ്രോത്ത് റേറ്റ് കുറവ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം ആ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ രാജ്യത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ദെൻ അപ്പോൾ നോക്കൂ, ഈ അലൻസിന അതുപോലെ തന്നെ ഗാറ്റി ഇവർ പറയുന്നത് ഒരു രാജ്യത്ത് ഈ പറഞ്ഞ രീതിയിൽ സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓട്ടോണമി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് രണ്ട് രീതിയിലുള്ള വേരിയബിലിറ്റി ഉണ്ടാകും. ആ വേരിയബിലിറ്റിയാണ് ആ രാജ്യത്ത് അഗ്രിഗേറ്റ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത്, ഔട്ട്പുട്ടിൽ വലിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് ഇവർ പറയുന്ന വേരിയബിലിറ്റി. ഒന്ന് ഇവർ പറയുന്നത് ഇക്കണോമിക് വേരിയബിലിറ്റി, മറ്റൊന്ന് പൊളിറ്റിക്കൽ ഓർ പോളിസി ഇൻഡ്യൂസ്ഡ് വേരിയബിലിറ്റി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഇക്കണോമിക് വേരിയബിലിറ്റി റിസൾട്ടിങ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സോജനസ് ഷോക്സ് ടു ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓർ സപ്ലൈ. നോക്കൂ,
എക്സോജനസ് ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് ആയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് എക്സോജനസ് ആയിട്ട് ആ രാജ്യത്തെ ഡിമാൻഡിനെയും സപ്ലൈയും ബാധിക്കുന്ന ഒരുപാട് ഷോക്കുകൾ ഉണ്ടാകും. അതുവഴി ആ രാജ്യത്ത് ഇക്കണോമിക് വേരിയബിലിറ്റി ഉണ്ടാകും. രണ്ടാമത് പറയുന്നത് പൊളിറ്റിക്കൽ ഓർ പോളിസി ഇൻഡ്യൂസ്ഡ് ഹാസ് ബീൻ ദ സബ്ജക്ട് ഓഫ് ദിസ് ചാപ്റ്റർ. റാഗ് ഓഫ് കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്ക് ഡസ് നോട്ട് റിയാക്ട് മച്ച് ഓഫ് ദി ഇക്കണോമിക് ഷോക്സ്. അപ്പോൾ നമുക്ക് മറ്റൊന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളാണ്. ആ രാജ്യത്ത് പൊളിറ്റിക്കലി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതും എന്ത് ചെയ്യും, ആ ഇക്കോണമിയിൽ വേരിയബിലിറ്റി ഉണ്ടാക്കും. അങ്ങനെ രണ്ട് തരത്തിലുള്ള വേരിയബിലിറ്റിയാണ് ഉണ്ടാകുന്നത്. സോ എ മോർ ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് ക്യാൻ റെഡ്യൂസ് ഇൻഫ്ലേഷൻ ആൻഡ് ദ വേരിയൻസ് ഓഫ് ഔട്ട്പുട്ട് റിസൾട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് അലൻസിന ആൻഡ് സമേഴ്സ്. അപ്പോൾ നമുക്ക് ഇവർ കണ്ടെത്തുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് ആയി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് വേരിയൻസ് കൂടും. സോ ദ റിസൾട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് അലൻസിന ആൻഡ് സമേഴ്സ്. നോക്കൂ, അലൻസിന സമ്മേഴ്സിൻ്റെ റിസൾട്ടുമായി കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇവരുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇത് നോക്കൂ, ഇവർ ക്രിറ്റിക്സിനുള്ള ആൻസറാണ് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് ഈസ് നോ പനാസിയ ആൻഡ് ദ അലൻസിന സമ്മേഴ്സ് കോറിലേഷൻ ഡു നോട്ട് പ്രൂവ് കോസേഷൻ. അപ്പോൾ നോക്കൂ, ഈ അലൻസിന സമ്മേഴ്സിൻ്റെ കോറിലേഷൻ ഒരു കൗസേഷൻ ആയിട്ടുള്ള ഒരു പ്രൂവ് ഒന്നും, അതായത് ഒരു കോഴ്സ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള രൂപത്തിലുള്ള ഒരു കോഴ്സ് ഇഫക്റ്റ് റിലേഷൻ എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രൂഫ് ഒന്നും ഇതിന് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. ഇൻ അഡീഷൻ ദ ന്യൂമറസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ പോളിസി കോർഡിനേഷൻസ് പ്രോബ്ലംസ് വിച്ച് ഇൻഡിപെൻഡൻസ് ക്യാൻ ഗിവ് റൈസ് ടു കുഡ് ഔട്ട്വെയ്റ്റ് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. In face of powerful economic shock, a conservative and independent central bank may not be superior to an elected government. അപ്പോൾ ഇവർ രണ്ടാമത് പറയുന്നത് ന്യൂമറസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ കോർഡിനേഷൻ പ്രോബ്ലംസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. വിച്ച് ഇൻഡിപെൻഡൻസ് ക്യാൻ ഗിവ് റൈസ് ടു കുഡ് ഔട്ട്വെയ്റ്റ് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. ഒരു പക്ഷേ ഈ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഒക്കെ ഔട്ട്വെയ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള രൂപത്തിലുള്ള ഒരു പോയിൻ്റാണ് പറയുന്നത്. അവസാനമായിട്ട് പറയുന്നത് ഇൻ ഫേസ് ഓഫ് പവർഫുൾ ഇക്കണോമിക് ഷോക്ക് എ കൺസർവേറ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് മേ നോട്ട് ബി സുപ്പീരിയർ ടു ആൻ ഇലക്റ്റഡ് ഗവൺമെൻറ്. ഒരിക്കലും ഒരു രാജ്യത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കൺസർവേറ്റീവ് മോഡലിലുള്ള ഒരു സെൻട്രൽ ബാങ്ക് ഒരിക്കലും ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിനേക്കാളും സുപ്പീരിയർ അല്ല എന്നുള്ളതാണ് ഇവർ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഒരു തിയറിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്കിനുള്ള സപ്പോർട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അത് ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് കൊണ്ടുവരുന്നത്, പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഓട്ടോണമിയെ പറ്റിയിട്ട്, ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടുള്ള അതിന് ഇൻഡിസസ് പറയുന്നു. അത് പ്രകാരം ഇവർ രണ്ട് രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലുള്ള രണ്ട് രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ച് രണ്ട് രീതിയിലുള്ള സെൻട്രൽ ബാങ്ക് ഇൻഡിപെൻഡൻസ് പറയുന്നു. ഒന്ന് കൺസർവേറ്റീവ് സെൻട്രൽ ബാങ്കറും മറ്റൊന്ന് പ്രിൻസിപ്പൽ ഏജൻറ്റ് ഫ്രെയിം വർക്കുമാണ്. ദെൻ അതിനുശേഷം നമ്മൾ വരുന്നത് തിയററ്റിക്കലി ഇതിന് വന്നിട്ടുള്ള ഒബ്ജെക്ഷൻസ്, ഇതിനെതിരെ പറഞ്ഞിട്ടുള്ള ആളുകൾ, ലിറ്ററേച്ചർ പ്രകാരം ഇവർ പറഞ്ഞിട്ടുള്ളത്, പിന്നെ അവസാനം ഈ ക്രിട്ടിക്സിനുള്ള ഉത്തരവുമാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയിട്ട് രണ്ട് മൂന്ന് തവണ വായിച്ച് നോക്കിയാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഓക്കെ, എനിവേ താങ്ക് യു.